വെൽക്കം ബാക്ക് ടു ഫൗസ്റ്റീന മാത്യു ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലത്ത് വരെ പോകാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാനും എൻ്റെ കൂടെ വേറെ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വഴിയത് കാണാം. അപ്പോൾ മുടി ജസ്റ്റ് നേരി അന്നേരം എനിക്ക് തോന്നിയൊരു ഹെയർ സെറം ഉപയോഗിക്കാമെന്ന് ഈ ഒരു ഹെയർ സെറം ഉപയോഗിച്ചു. ആദ്യമായിട്ടാണ് ഞാനൊരു ഹെയർ സെറം എൻ്റെ തലയിൽ തേക്കുന്നത്. അപ്പോൾ അത് അവളുടെയാണ്, ആ പുറകെ കാണുന്ന വ്യക്തിയുടേതാണ് ആ ഒരു ഹെയർ സെറം. അപ്പം ഞാൻ കുറച്ച് ഹെയർ സെറമൊക്കെ ഒന്ന് എടുത്തിങ്ങനെ മുടിയിലോട്ട് അല്പം പരട്ടിക്കൊടുത്തു. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ഒരുങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള വോയിസ് ഇടുന്നതിൽ. അങ്ങനെ മുടി എങ്ങനെ കെട്ടാം എന്നുള്ള ഒരു ആലോചനയ്ക്ക് ശേഷം ഞാൻ മുടി ഈരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എന്നത്തെയും പോലെ എപ്പോഴും തന്നെ കിട്ടുന്നത് പോലെ തന്നെ ഇങ്ങനെ ഈ ഒരു സൈഡിലോട്ട് വരയെടുത്ത് പിന്നെ ഇങ്ങനെ കുറച്ച് പോർഷൻസ് ഇങ്ങനെ എടുക്കും. പിന്നെ കുറച്ച് പോർഷൻസ് അങ്ങനെ എടുത്തതിന് ശേഷം കുറച്ചല്ല ഒരു സ്ലൈഡ് കുത്തും. അതിനുശേഷം ഇതാ ഈ ഒരു ബുഷായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡ്രസ്സിന് ചേരുന്ന തന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ സെയിം കളേഴ്സ് വന്നിട്ടുള്ള ഒരു ബുഷായിരുന്നു. അപ്പം ഞാൻ അതങ്ങനെ കുത്തി. പിന്നെ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഹെയർ ആ ഒരു ക്ലിത്ത മുടികൾ അല്ല, ചെറിയ മുടികളില്ലേ, ബേബി ഹെയർസ്, അത് ജസ്റ്റ് ഒന്നിങ്ങനെ മാറ്റി വെച്ചു. അതിനുശേഷം സാധാ പോലെ തന്നെ നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി ഇങ്ങനെ 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 തേച്ച് പറ്റിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വളരെ ഏറെ സീരിയസ് ആയിട്ട് തമാശയായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ അതിലേ നടക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അതിൽ ആരോ വന്ന് മുട്ടി. അതിനുശേഷം അതെനിക്ക് തോന്നലായിരുന്നു. മനസ്സിലാക്കിയ ശേഷം പിന്നീട് എൻ്റെ ഒരു സൺസ്ക്രീൻ എടുത്ത് പുരട്ടുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങൾ പിന്നീട് സംസാരിച്ചുകൊണ്ട് ഈ ഒരു സൺസ്ക്രീൻ പുരട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ സൺസ്ക്രീൻ പുരട്ടിയത് ഇതേപോലെ തന്നെ മുഖത്തേക്ക് തേച്ചങ്ങ് പിടിപ്പിക്കാം. അങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഞാനെന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ചെയ്തത് ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തു. ഈ ഒരു ലിപ് ബാമാണ് ഞാനെപ്പോഴും യൂസ് ചെയ്യാറ്. ജസ്റ്റ് അതിനുശേഷം ഈ ഒരു കോമ്പാക്ട് പൗഡർ ഇട്ടു. ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യൽ കുറവാണ്, എന്നാലും ഈ ഒരു തവണ നമ്മൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, നീ എൻ്റെ വീഡിയോസിലൊന്നും വരുന്നില്ലെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അന്നേരം എപ്പോൾ പറയുന്നത്, പിന്നെ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് വീഡിയോയിൽ വന്നതാണ് നിങ്ങളെ കാണുന്നത്. അങ്ങനെ ഞങ്ങളെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ ഈ ഒരു കോമ്പാക്ട് പൗഡറൊക്കെ യൂസ് ചെയ്തു. ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് നിങ്ങൾ കേട്ടത് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ കോമ്പാക്ട് പൗഡർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആധികാരികമായി വളരെയേറെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളങ്ങനെ തൂത്ത് പിടിപ്പിച്ചു. അങ്ങനെ എന്നാൽ പിന്നെ അതെടുത്ത് വെച്ചേക്കാമെന്ന് ഞാനും അങ്ങ് കരുതി. പിന്നെ അടുത്ത് നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു മാല എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈ ഒരു മാല ഇട്ടേക്കാമെന്ന് കരുതി ഞാനിങ്ങനെ നോക്കിയപ്പം മാല ഇട്ടാലും ആ ഒരു കോളറുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചു. പിന്നെ ഞാനൊരു വള ഇട്ടു. ഈ ഒരു വള റോസ് ഗോൾഡിൻ്റെ ആ ഒരു വളയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ ഈ ഒരു ഐബ്രോ എടുത്തിട്ട് ഞാൻ ഈ ഒരു ഐബ്രോയും കൊണ്ട് തന്നെയാണ് എൻ്റെ കണ്ണിൻ്റെ അടിയിൽ എഴുതുന്നത്. അപ്പോൾ എനിക്കതിൽ എഴുതുമ്പോൾ എനിക്കിഷ്ടമാണ്. അധികം അങ്ങനെ ഒരു എണ്ണമയമോ അങ്ങനെയൊന്നും ഉണ്ടാകത്തുമില്ല, പടരത്തുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെ ഇടയ്ക്കൊക്കെ കണ്ണെഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവൾ പറഞ്ഞു, അവളോട് ഞാൻ പറഞ്ഞായിരുന്നു നമുക്കിങ്ങനെ മാറി മാറി ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പം നെക്സ്റ്റ് അവളുടെ ഒരു കണ്ണെഴുത്താണ് ആ ഒരു കാണുന്നത്. ഇവളെൻ്റെ കസിനാണ് കേട്ടോ. അപ്പം അതിനുശേഷം ഞാൻ എന്നാൽ പിന്നെ ഐലൈനറൊക്കെ എടുത്ത് എൻ്റെ കണ്ണിൻ്റെ മേളിലൊന്ന് എഴുതിയേക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ കണ്ണിൻ്റെ മേളിൽ എഴുതുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കണ്ണിൻ്റെ മുകളിൽ എഴുതി വൃത്തിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഐബ്രോസൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്തു. കാരണം ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് തട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു ലിപ് ലൈനർ ഇട്ട് കൊടുത്തു. ആ ലിപ് ലൈനർ കൊണ്ട് തന്നെ കേട്ടോ ഇന്ന് ലിപ്പ് ഫുൾ ക്ലിയർ ലിപ്പ് ചെയ്തിരിക്കുന്നത്. ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നീട് ഞാൻ ഈ ഒരു അത്ര തൂക്കുന്ന കഥകളൊക്കെ ഞാനിങ്ങനെ അവളോട് പറയുകയായിരുന്നു. അപ്പോൾ ഈ ഒരു അത്രയാണ് ധരിച്ചത്. കാരണം ഏറ്റവും നല്ല നമുക്ക് പറഞ്ഞിട്ടുണ്ട് മൈഗ്രെയിനൊക്കെ ആകുന്ന സമയത്ത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഇതാണ്. എന്നിട്ടിപ്പം ആ ഒരു സാധനം യൂസ് ചെയ്തു. പിന്നീട് ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഒരു ലുക്ക് വന്നിട്ട്. അപ്പോൾ ഈ ഒരു ലുക്ക് കഴിഞ്ഞു. ഇനി നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ കാണാം.